ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്ത്യ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോർട്ടൽ നടത്തിയ ഒരു പഠനമാണിത്. ഇതിൽ പറയുന്നത് നമ്മളുടെ ഓരോ വർഷത്തെയും കൂടി വരുന്ന പ്രമേഹ രോഗികളുടെ എണ്ണം സംബന്ധിച്ചുള്ള കണക്കാണിത്. ഇത് പ്രകാരം 2045 ആകുമ്പോഴേക്കും പ്രമേഹ രോഗികളുടെ എണ്ണം ഇരട്ടിയിലും അധികം ഇന്ത്യയിൽ കൂടുന്നതായാണ് കണക്ക് പറയുന്നത്. ICMRഉം INDABയും കൂടി 2020 കൂടി വരുന്ന പ്രമേഹത്തെപ്പറ്റി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വേർതിരിച്ചുള്ള ഒരു പഠനത്തിൽ ഏറ്റവും ഉയർന്ന പ്രമേഹ നിരക്കിൽ 3ാമത്തെ സംസ്ഥാനമാണ് കേരളമെന്നത്. 1ാമതായി ഗോവയും 2ാമതായി പുതുച്ചേരിയും 3ാമതായി കേരളവുമാണുള്ളത്. എന്തുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പ്രമേഹ രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നതിന് കാരണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് പ്രമേഹമെന്നും എങ്ങനെയാണിത് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഇത് വരാതെ എങ്ങനെ തടയാമെന്നുമൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് ഡയബറ്റിസ് അല്ലെങ്കിൽ എന്താണ് പ്രമേഹം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡയബറ്റിസ് എന്ന് പറയുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വളരെയധികം കൂടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് രക്തത്തിൽ കൂടുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുൻപ് നമുക്ക് ഇതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ രണ്ടായി തരംതിരിക്കാം. അതായത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ എന്നത് എന്താണെന്നും എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവയ്ക്കുള്ളതെന്നും ഏതൊക്കെ തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് ഉള്ളതെന്നും നമ്മൾ ആദ്യത്തെ കാർബ്സ് എന്ന സെക്ഷനിൽ പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് നമ്മൾ 2ാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഇത് രണ്ടും മനസ്സിലാകുമ്പോൾ മാത്രമേ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുകയുള്ളൂ എന്നതാണ്. ഇനി ആദ്യത്തേത്, അതായത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ എന്താണെന്ന് പറയാം. കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന ഒരു ജൈവ തന്മാത്രയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ ബയോമോളിക്യൂൾ എന്ന് പറയാം. ഇതിനെയാണ് കാർബ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റിനെ അതിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് 2 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 1ാമത്തേത് സിമ്പിൾ കാർബ്സും 2ാമത്തേത് കോംപ്ലക്സ് കാർബ്സുമാണ്. ഇതിൽ സിമ്പിൾ കാർബ്സിനെ നമുക്ക് 2ആയി തിരിക്കാം, അതായത് മോണോസാക്കറൈഡ് എന്നും ഡൈസാക്കറൈഡ് എന്നും. അതുപോലെ തന്നെ കോംപ്ലക്സ് കാർബ്സിനെ നമുക്ക് പോളിസാക്കറൈഡ് എന്നും ഒളിഗോസാക്കറൈഡ് എന്നും 2ആയി തിരിക്കാം. ഈ 4 തരത്തിലുള്ള സാക്കറൈഡുകളെയാണ് സാധാരണ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കാർബ്സ് എന്ന് പറയുന്നത്. സാക്കറൈഡുകൾ എന്ന് പറയുന്നത് ബയോകെമിസ്ട്രിയിൽ സാധാരണ കാർബോഹൈഡ്രേറ്റുകളെ വിളിക്കുന്ന പേരാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ 2ആയി തരംതിരിച്ചു, സിമ്പിൾ കാർബ്സ് എന്നും കോംപ്ലക്സ് കാർബ്സ് എന്നും. ഇതിൽ സിമ്പിൾ കാർബ്സിൽ വരുന്നവയാണ് മോണോസാക്കറൈഡുകളും ഡൈസാക്കറൈഡുകളും എന്നത്. അതിൽ 2ാമത്തെ കോംപ്ലക്സ് കാർബ്സിൽ വരുന്നവയാണ് ഒളിഗോസാക്കറൈഡുകളും പോളിസാക്കറൈഡുകളും എന്നത്. അതിൽ 1ാമത്തേത്, അതായത് മോണോസാക്കറൈഡ് എന്നാൽ ഒരു ഷുഗർ മോളിക്യൂൾ മാത്രമുള്ളവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നവയാണ് മോണോസാക്കറൈഡ് എന്നത്. ഇത് കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന മോളിക്യൂളായാണ് കണക്കാക്കുന്നത്. ഉദാഹരണമായി ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതായത് തേൻ പോലുള്ളവയും ഫ്രൂട്ട്സ് പോലുള്ളവയും മോണോസാക്കറൈഡുകളാണ്. ഇനി ഡൈസാക്കറൈഡ് എന്നാൽ 2 ഷുഗർ മോളിക്യൂൾ മാത്രമുള്ളവയാണ് ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത്. ഉദാഹരണമായി മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്, അതായത് പശുവിന്റെ പാലും മറ്റ് പാലുൽപ്പന്നങ്ങളും ഐസ്ക്രീം പോലുള്ളവയും അല്ലെങ്കിൽ യോഗർട്ട് എന്നിവ ഡൈസാക്കറൈഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത്രയും സിമ്പിൾ സാക്കറൈഡുകൾ ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ സിമ്പിൾ കാർബ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോംപ്ലക്സ് കാർബ്സിലേക്ക് വന്നാൽ അതിലെ ആദ്യത്തേതാണ് ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. 2 മുതൽ 10 വരെ ഷുഗർ മോളിക്യൂൾ അടങ്ങിയ ഒരു നീണ്ട വലിയ ഷുഗർ മോളിക്യൂളുകളുടെ ഒരു ചെയിനാണിത്. ഇതിനുദാഹരണമായി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഗ്രെയിൻസ്, ലെഗ്യൂംസ് എന്നിവ ഒളിഗോസാക്കറൈഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി പോളിസാക്കറൈഡുകൾ എന്തെന്നാൽ 10ൽ കൂടുതൽ ഷുഗർ മോളിക്യൂൾ അടങ്ങിയ ഒരു വലിയ ചെയിനാണ് പോളിസാക്കറൈഡുകൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമായി സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, അതായത് ഓട്ട്മീൽ, പാസ്ത, ഗ്രീൻ ബീൻസ് എന്നിവ പോളിസാക്കറൈഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് കാർബ്സ് മോളിക്യൂൾ അടങ്ങിയ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോംപ്ലക്സ് കാർബ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ് ഫൈബർ എന്നത് പോളിസാക്കറൈഡുകളിൽ പെടുന്നവയാണ്. പക്ഷേ ഫൈബർ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല എന്നതാണ്. ഇത്രയുമാണ് വ്യത്യസ്ത തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് കാർബ്സ് എന്നാൽ എന്താണെന്നും അതിന്റെ വ്യത്യസ്ത തരത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, മനുഷ്യ ശരീരത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ് എന്നത് ഗ്ലൂക്കോസ് ആണെന്ന്. അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഗ്ലൂക്കോസ് അത്യാവശ്യമാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ സ്ട്രക്ചർ
സ്ട്രക്ചറാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലൊരു സാക്കറൈഡുകൾ മാത്രമേ ഉള്ളൂ എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിനെ മോണോസാക്കറൈഡുകൾ എന്ന് വിളിക്കാം. ഇവ ഒരു സാക്കറൈഡുകൾ മാത്രമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കാർബ്സിന്റെ വളരെ ബേസിക് യൂണിറ്റായി കണക്കാക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഈ മോണോസാക്കറൈഡുകളെ വളരെ എളുപ്പത്തിൽ തന്നെ ഊർജ്ജമായി ഉപയോഗിക്കാനാകുമെന്നതാണ്. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒന്നാണ് ഗ്ലൂക്കോസ് എന്ന് മനസ്സിലായല്ലോ. ഇവിടെ മോണോസാക്കറൈഡുകളിൽ പെടുന്ന അല്ലെങ്കിൽ പഴങ്ങളിൽ കാണപ്പെടുന്ന ഫ്രക്ടോസിനെയും പാല് പോലെയുള്ളവയിൽ കാണപ്പെടുന്ന ഗാലക്ടോസിനെയും നമ്മുടെ ശരീരം കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റിയാണ് ഊർജ്ജമായി നമ്മുടെ കോശങ്ങൾ ഉപയോഗിക്കുന്നത്. ഗ്ലൂക്കോസ് ഒരു അടിസ്ഥാന ബേസിക് യൂണിറ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ ശരീരം അതിന് ബേസിക് യൂണിറ്റായ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്താണ് രക്തത്തിലൂടെ സെല്ലുകളിൽ എത്തിക്കുന്നത്. ഇവിടെ നമ്മുടെ ശരീരത്തിന് അതായത് കാർബ്സിലെ മോണോസാക്കറൈഡുകളിലെ ഗ്ലൂക്കോസിനെ ബേസിക് യൂണിറ്റ് ആയത് കൊണ്ട് തന്നെ ശരീരത്തിന് വളരെ വേഗം ബ്ലഡിലേക്ക് എത്തി കോശങ്ങൾക്ക് ഊർജ്ജമാക്കി ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ്. ഇനി ഡൈസാക്കറൈഡുകളെ ശരീരം ബേസിക് ആയുള്ള ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ 2 ഷുഗർ മോളിക്യൂൾ മാത്രമുള്ളത് കൊണ്ട് തന്നെ മോണോസാക്കറൈഡുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഡൈജഷൻ സ്ലോ ആയി മാത്രമേ നടക്കുന്നുള്ളൂ എന്നതാണ്. എന്നാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിലെ ഒളിഗോസാക്കറൈഡുകളും പോളിസാക്കറൈഡുകൾ എന്ന് പറയുന്നത് ഡയറ്ററി ഫൈബർ ആയാണ് അറിയപ്പെടുന്നത്. പോളിസാക്കറൈഡുകളിലെ ഫൈബർ എന്ന് പറയുന്ന സെല്ലുലോസ് ശരീരത്തിൽ ദഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കാനായി സാധിക്കില്ല എന്നതാണ്. അതുപോലെ ഒളിഗോസാക്കറൈഡുകളെയും ഡൈജസ്റ്റ് ചെയ്യാനായി നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല എന്നതാണ്. ഇവയാണ് നമ്മൾ പൊതുവെ ഫൈബർ അല്ലെങ്കിൽ സെല്ലുലോസ് എന്ന് പൊതുവെ പറയുന്നത്. ഇനി നമുക്ക് ഡയബറ്റീസിലേക്ക് പോയാൽ എന്താണ് ഡയബറ്റീസ് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. അതായത് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അനിയന്ത്രിതമായി കൂടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കൂടുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കോശങ്ങളുടെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഗ്ലൂക്കോസിന് എനർജിക്ക് വേണ്ടി സെല്ലുകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇൻസുലിൻ എന്നൊരു ഹോർമോണിന്റെ ആവശ്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഗ്ലൂക്കോസിന് കോശത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഇൻസുലിൻ കോശത്തിന് പുറത്തുള്ള റിസപ്റ്ററുകളിൽ ബൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ബൈൻഡ് ചെയ്താൽ മാത്രമേ ഗ്ലൂക്കോസിന് കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നതാണ്. അതായത് ഒരു വീടിന്റെ ഒരു താക്കോൽ പോലെയാണ് ഇൻസുലിൻ പ്രവർത്തിക്കുന്നത്. ഈ ഇൻസുലിൻ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിലെ ബീറ്റ സെല്ലുകളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 2 തരത്തിലുള്ള ഡയബറ്റീസ് ആണ് ഉള്ളത്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ഇതിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റ സെല്ലുകളിലുള്ള ഇൻസുലിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായും കുറയുകയോ ചെയ്യുന്നതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് കൂടുതലായും ജനനത്തിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഉണ്ടാകുന്നതാണ്. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിന്റെ പ്രവർത്തനം ഭാഗികമായി കുറയുന്നതോ അല്ലെങ്കിൽ ഇൻസുലിനോട് കോശങ്ങൾ ഒട്ടും തന്നെ പ്രതികരിക്കാതെ ഇരിക്കുന്നതോ ആണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കാതെ ഇരിക്കുന്നതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറച്ചുകൂടി ക്ലിയർ ആക്കുകയാണെങ്കിൽ നമുക്കറിയാം, എപ്പോൾ ഗ്ലൂക്കോസ് ബ്ലഡിൽ വരുന്നുവോ അപ്പോൾ ഇൻസുലിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. തുടർന്ന് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഇൻസുലിൻ കോശങ്ങളിലേക്ക് എത്തിക്കുകയും ഊർജ്ജമാക്കുകയുമാണ് സാധാരണയായി നടക്കേണ്ടത്. എന്നാൽ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന തകരാർ മൂലമോ അല്ലെങ്കിൽ ഇതിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ സെല്ലുകൾ നശിക്കുകയോ അല്ലെങ്കിൽ ജനിതകപരമായ എന്തെങ്കിലും കാരണങ്ങളാലും ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകാൻ ഇടയാകുന്നു എന്നതാണ്. ഇതുമൂലം നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഗ്ലൂക്കോസ് രക്തത്തിൽ വരികയും ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസിന് കോശത്തിലേക്ക് ഊർജ്ജമാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ രക്തത്തിൽ അമിതമായി ഗ്ലൂക്കോസ് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇൻസുലിന് മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. അതായത് ഇൻസുലിനാണ് നമ്മുടെ രക്തത്തിലുള്ള ബാക്കി വരുന്ന ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാനായി ഗ്ലൈക്കോജനാക്കി മാറ്റാൻ സഹായിക്കുന്നത്. എന്നാൽ ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസിൽ ശരീരത്തിൽ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും സാധ്യമാകുന്നില്ല എന്നതാണ്. ടൈപ്പ് 1 കൂടുതലായും ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെയുള്ളത് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ഇൻസുലിൻ കോശങ്ങളെ അറിയാതെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്കും നമ്മുടെ ശരീരം തന്നെ നമ്മുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ സെല്ലുകളെ നശിപ്പിക്കാറുണ്ട്. ഇതും ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണമാണ്. ഇനി നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് വന്നാൽ 2 കാരണങ്ങളാണ് ഇവിടെയുള്ളത്. ടൈപ്പ് 2 ഡയബറ്റീസിൽ മതിയായ ഇൻസുലിൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ സാധാരണ അളവിൽ ഇൻസുലിൻ ഉള്ളപ്പോഴും ഇൻസുലിനോട് സെല്ലുകൾ റെസ്പോണ്ട് ചെയ്യാത്തതിനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇതിന് പ്രധാന കാരണം ഹൈപ്പർ ഇൻസുലിനീമിയാണ്. അതായത് സാധാരണയായി ഇൻസുലിൻ സെല്ലുകളിലുള്ള ഇൻസുലിൻ റിസപ്റ്ററുമായി ബൈൻഡ് ചെയ്താൽ മാത്രമേ ഗ്ലൂക്കോസിന് സെല്ലുകൾ പ്രവേശിക്കാനാകൂ. എന്നാൽ രക്തത്തിലേക്ക് അമിതമായി ഗ്ലൂക്കോസ് വരികയാണെങ്കിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ഇടവരികയും അതുപോലെ തന്നെ കൂടുതൽ ഗ്ലൂക്കോസ് സെല്ലുകളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു എന്നതാണ്.
ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ സാധാരണയിലും കൂടുതൽ ഇൻസുലിൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കോശങ്ങളിലുള്ള ഇൻസുലിൻ റിസപ്റ്ററുകളുടെ എണ്ണം താരതമ്യേന കൂടി വരികയും തുടർന്ന് ഇങ്ങനെ റിസപ്റ്ററുകൾ സെല്ലുകളിൽ കൂടി വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മുടെ വിശപ്പ് കൂടുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അമിതമായി പാൻക്രിയാസ് സെല്ലുകൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കൂടുന്നതിനാണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്നത്. അവസാനം ഇത് എത്തി നിൽക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിലാണ്. അതായത് നമ്മുടെ കോശങ്ങളിലെ റിസപ്റ്ററുകൾ ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യാതെ വരുന്നതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതുമൂലം കോശങ്ങൾക്ക് സെല്ലുകളിലേക്ക് കടക്കാൻ പറ്റാതെ വരികയും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഇങ്ങനെ അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇൻസുലിൻ ബീറ്റ സെല്ലുകളുടെ ഉൽപ്പാദനം കുറയാൻ ഇത് കാരണമാകുകയും ചെയ്യുന്നു എന്നതാണ്. പാൻക്രിയാസിലെ വെറും 2% താഴെ കോശങ്ങൾ മാത്രമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ചുരുക്കി വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇൻസുലിൻ ഒരു താക്കോലായും കോശങ്ങൾ ഒരു വീടായും സങ്കല്പിക്കുക. സാധാരണയായി ഒരു താക്കോലും ഒരു പൂട്ടുമുള്ള വീട്ടിൽ അമിതമായി ഗ്ലൂക്കോസ് രക്തത്തിലെത്തിയാൽ അവിടെ കുറെ പൂട്ടുകൾ ഉണ്ടാകുകയും അവസാനം ആ പൂട്ടുകളൊക്കെ തുറക്കാനായി കുറേയധികം താക്കോലുകൾ വേണ്ടിവരികയും ചെയ്യും. അവസാനം ആ വീടിന്റെ വാതിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ മുൻപ് പറഞ്ഞ സിമ്പിൾ കാർബോഹൈഡ്രേറ്റുകളാണ്. അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റുകളിലെ മോണോസാക്കറൈഡുകളും ഡൈസാക്കറൈഡുകളും അതായത് ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്നിവ കഴിക്കുമ്പോൾ സിമ്പിൾ കാർബ്സ് ആയതുകൊണ്ട് തന്നെ കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ വലിയ അളവിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ പാൻക്രിയാസിന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സാധാരണയിലും അധികം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ സിമ്പിൾ കാർബ്സിന് പകരം കോംപ്ലക്സ് കാർബ്സ് അതായത് അതിലെ ഒളിഗോസാക്കറൈഡുകളും പോളിസാക്കറൈഡുകളും ഗ്ലൂക്കോസിന്റെ വലിയ നീണ്ട ചെയിനുകൾ ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് ഇവയെ ദഹിപ്പിക്കാൻ സമയമെടുക്കും. തുടർന്ന് രക്തത്തിലേക്ക് സാവധാനം ഗ്ലൂക്കോസ് എത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുകയുമില്ല. ഇൻസുലിൻ ഒരു നിശ്ചിത അളവിൽ തുടരുകയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ അളവും രക്തത്തിൽ നിലനിർത്താൻ കഴിയുകയും ചെയ്യുന്നു എന്നതാണ്. ഇതിലെ ഫൈബറിനെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ നമ്മുടെ ഡൈജഷനെ സ്ലോ ചെയ്യാനായി ഫൈബറിന് കഴിയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്കൊരു പരിധി വരെ തടയാനുമാകും. ഇവിടെ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും എത്ര വേഗത്തിലാണ് ദഹിപ്പിച്ച് രക്തത്തിലെത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നത്. ഇതുപയോഗിച്ച് ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിനെ തടയാനാകുമെന്നതാണ്. അതുപോലെ തന്നെ ഇൻസുലിനാണ് നമ്മുടെ രക്തത്തിലുള്ള അമിതമായ ഗ്ലൂക്കോസിനെ ശരീരത്തിൽ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത്. എന്നാൽ ഒരിക്കലും ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് സ്കിന്നിന്റെ ഇടയിൽ മാത്രമല്ല, കരളിലും പാൻക്രിയാസിലും ഫാറ്റ് സ്റ്റോർ ചെയ്തു വെക്കുമ്പോൾ പാൻക്രിയാസിലെ ഇൻസുലിൻ കോശങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനാകാതെ വരികയും അത് ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണമാകുകയും ചെയ്യുന്നു എന്നതാണ്. ഇത് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നത് ഫൈബർ അടങ്ങിയ അതായത് കോംപ്ലക്സ് കാർബുകൾ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കുക. അതുപോലെ തന്നെ ഫാറ്റ് പാൻക്രിയാസിലോ കരളിലോ സ്റ്റോർ ആകുന്നത് തടയുക. അതിനുവേണ്ടി വ്യായാമം ചെയ്യുക. അതായത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ തിരികെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി ശരീരത്തിന് ഉപയോഗിക്കുന്ന പാകത്തിലാക്കുക എന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് രാത്രിയിൽ നാം ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു വലിയ ഇടവേള കഴിഞ്ഞ് നോക്കുന്ന ഷുഗർ ലെവലാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നത്. ഇതൊരു 126 മുകളിലാണെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ബ്ലഡ് ഷുഗർ ലെവൽ 200 ആകുകയാണെങ്കിൽ അയാൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് പറയാം. എന്നാൽ ഫാസ്റ്റിംഗിൽ ബ്ലഡ് ഷുഗർ 100 മുതൽ 125 വരെ ആണെങ്കിലോ കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ഷുഗർ നോക്കുമ്പോൾ 140 മുതൽ 199 ആണെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെന്ന് പറയാം. അതായത് രോഗത്തിലേക്ക് നടക്കുകയുമാണ്, എന്നാൽ വേണമെങ്കിൽ തിരിഞ്ഞു നടക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് പ്രമേഹമെന്നും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹം ഉണ്ടാകുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ഈ പങ്കുവച്ച എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബൈ.